എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടന്ന ബിസിനസ് സ്റ്റഡീസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് വൺ വേഡുകളായിരുന്നു. അതിൽ ഇഷ്ടമുള്ള 8 എഴുതിയാൽ മതിയാകും. ഇപ്പം ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചെയർമാൻ ബിലോങ്സ് ടു ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. ചെയർമാൻ എന്ന് പറയുന്നത് ഏത് ലെവലിലാണ് വരുന്നത്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആസ് പെർ ഹിൻഡ് ഗിവൺ. താഴെ തന്നിരിക്കുന്ന ഹിൻഡ് വെച്ചിട്ട് പിയുടെയും ജിയുടെയും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എൽ ലിബറലൈസേഷൻ ആണെങ്കിൽ പി പ്രൈവറ്റൈസേഷൻ, ജി ഗ്ലോബലൈസേഷൻ. തേർഡ് വൺ, നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദി പ്രെമിസസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഡാഷ് പ്ലാൻ. ഏത് പ്ലാനിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റൂളാണ് ആൻസർ വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് പുട്ടിംഗ് ദ റൈറ്റ് പേഴ്സൺ ടു ദി റൈറ്റ് ജോബ് ഈസ് കോൾഡ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്റ്റാഫിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദി ബ്ലാങ്ക് ആസ് പെർ ഹിൻഡ് ഗിവൺ. ഹിൻഡ് അനുസരിച്ചിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ്സ് ആണെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പോസിറ്റീവ് പ്രോസസ്സാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് അതർവൈസ് കോൾഡ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന് വേറൊരു പേരെന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗ്രേപ്പ് വൈൻ. സെവൻത് വൺ, ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് കോൾഡ്. ഓപ്ഷൻ ബി, മെസ്സേജ്. എട്ടാമത്തെ, വിച്ച് എമംഗ് ദി ഫോളോവിങ് ഇസ് എ ഫീച്ചർ ഓഫ് കൺട്രോളിങ്. കൺട്രോളിങ്ങിൻ്റെ ഫീച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ, റിവ്യൂ ഓഫ് പാസ്റ്റ് ആക്ടിവിറ്റീസ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് വൺ എക്സാമ്പിൾ ഫോർ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിന് ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. ക്യാഷോ ഡെപ്റ്റേഴ്സോ ഇതെല്ലാം കറണ്ട് അസറ്റിന് എക്സാമ്പിൾസ് ആണ്. 10th one, which among the following is the cheapest source of finance. ചീപ്പസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്നുള്ളത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, റീറ്റെയിൻഡ് ഏണിങ്സ്. 11ാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ലിസ്റ്റ് ഔട്ട് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ടിന് 2 ഫീച്ചേഴ്സ് എഴുതാനാണ് പറയുന്നത്. 12, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ടേം ഗ്യാങ് പ്ലാങ്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, ഗ്യാങ് പ്ലാങ് അല്ല, ഗ്യാങ് പ്ലാങ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് യു മീൻ ബൈ പ്ലാനിങ് പ്രെമിസസ്. പ്ലാനിങ് പ്രെമിസസ് എന്താണെന്നുള്ളതാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 15ാമത്തെ, ലിസ്റ്റ് ഔട്ട് എനി 2 ഇമ്പോർട്ടൻസ് ഓഫ് സൂപ്പർവിഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഏതെങ്കിലും 2 ഇമ്പോർട്ടൻസ് എഴുതാനാണ് പറയുന്നത്. 16, നെയിം എനി 2 സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന്. ടെസ്റ്റുകളുണ്ട്, ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ട്, ട്രേഡ് ടെസ്റ്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ടെസ്റ്റ് ഉണ്ട്. അതിലേതെങ്കിലും 2 എഴുതുക. 17ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് കമാൻഡ്. ആ 14 പ്രിൻസിപ്പിളിൽ നിന്ന് ഒരു പ്രിൻസിപ്പിൾ എടുത്താൽ ചോദിച്ചിരിക്കുന്നത്. ഈ യൂണിറ്റി ഓഫ് കമാൻഡും യൂണിറ്റി ഓഫ് ഡയറക്ഷനും രണ്ടും നന്നായി പഠിച്ചു വയ്ക്കണം. എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 18ാമത്തെ, ഡിസ്ക്രൈബ് ദ ടേം ഡെലിഗേഷൻ. ഡെലിഗേഷൻ പഠിക്കുമ്പോൾ ഡീസെൻട്രലൈസേഷൻ കൂടി പഠിക്കുക. ഇതിലേതെങ്കിലും മാറി മാറി ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഡിഫറൻസൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് രണ്ടും നന്നായി പഠിച്ചു വെക്കേണ്ടതാണ്. 19, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഓൺ ദി ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദി ജോബ് ട്രെയിനിങ്. ഓൺ ദി ജോബും ഓഫ് ദി ജോബ് ട്രെയിനിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ. 21, എക്സ്പ്ലെയിൻ ദ ടേം കൺട്രോൾ ബൈ എക്സെപ്ഷൻ. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 22, വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ. ലിസ്റ്റ് ഔട്ട് എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. ഏതെങ്കിലും 2 ഫാക്ടേഴ്സും എഴുതണം. അതുപോലെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ മീനിങ്ങും എഴുതുക. 23 മുതൽ 27 വരെയുള്ളത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 23ാമത്തെ, ഡ്രോ എ ഡയഗ്രാം ഷോയിങ് ദ ടെക്നിക് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ബൈ FW ടൈലർ. ടൈലറിൻ്റെ ടെക്നിക്സ് ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 24, മാച്ച് ദി ഫോളോയിങ് ആണ്. അതിൽ എ, ചേഞ്ച് ഇൻ ലൈഫ് സൈക്കിൾ. അതിൻ്റെ മാച്ചായിട്ട് വരുന്നത് സോഷ്യൽ എൻവയോൺമെൻറ്റ്. ബി, ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്. അതിൻ്റെ എക്കണോമിക് എൻവയോൺമെൻറ്റ്. സി, ചേഞ്ച് ഇൻ ലോ, ലീഗൽ എൻവയോൺമെൻറ്റ്. ഡി, ചേഞ്ച് ഇൻ ദി ഐഡിയോളജി ഓഫ് ഗവൺമെൻറ്, പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ്.
25-ാമത്തെയും ഒരു ഡയഗ്രം വരയ്ക്കാൻ തന്നെയാണ്. ഫങ്ഷണൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ്റെ ഡയഗ്രം വരയ്ക്കാനാണ്. 26 എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ് ഫങ്ഷൻ. ഡയറക്റ്റിംഗ് ഫങ്ഷൻ്റെ എലമെൻറ്റ്സ് മോട്ടിവേഷൻ, സൂപ്പർവിഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, ആ എലമെൻറ്റ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 27 റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദി റിലേഷൻ ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോർട്ട് നോട്ടായിട്ട് എഴുതാനാണ് പറയുന്നത്. 28 മുതൽ 31 വരെയുള്ളത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിലേതെങ്കിലും 3 എഴുതിയാൽ മതി. അതിൽ 28-ാമത്തെ വാട്ട് യു മീൻ ബൈ മാനേജ്മെൻറ്റ്, ലിസ്റ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. മാനേജ്മെൻറ്റ് എന്താണെന്നും അതിൻ്റെ 3 ഫീച്ചേഴ്സും എഴുതാനാണ് പറയുന്നത്. 29-ാമത്തെ വേരിയസ് സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ് പ്രോസസ്സ്. പ്ലാനിംഗ് പ്രോസസ്സിൻ്റെ വേരിയസ് സ്റ്റെപ്സ് എഴുതാനാണ്. 30 ഓട്ടോക്രാറ്റിക് ലീഡറും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെയും ഷോർട്ട് നോട്ട് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 31 എനി 5 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഗുഡ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഏതെങ്കിലും 3 എഴുതിയാൽ മതിയാകും. ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 3 എസ്സേകൾ തന്നിട്ട് അതിൽ നിന്ന് 2 എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. 32 എക്സ്പ്ലെയിൻ എനി 4 എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ എഴുതാനാണ് പറയുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്, കാഷ്വൽ കോളേഴ്സ് ഫ്രം വോൾട്ടിംഗ് ലിസ്റ്റ് ഉണ്ട്, അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ് ഉണ്ട്, ക്യാമ്പസ് ഇൻ്റർവ്യൂ ഉണ്ട്, റെക്കമെൻഡേഷൻ ഓഫ് പ്രസൻറ്റ് എംപ്ലോയീസ് ഉണ്ട്, അഡ്വർടൈസിങ് ഓൺ ടെലിവിഷൻ, അങ്ങനെ പല സോഴ്സസ് ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും 4 എഴുതുക. 33 മാസ്ലോസ് നീഡ് ഹൈറാർക്കി. മോട്ടിവേഷൻ്റെ ആ ഡയഗ്രത്തോടു കൂടി വരച്ചെഴുതാനാണ് പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ബിലോങ്ങിങ് നീഡ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അത് ആ ഡയഗ്രത്തെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടതാണ്. 34-ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ എനി 6 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്നും അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും 6 ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസ്സേയിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. നന്നായി പഠിച്ചു വെക്കുക. വളരെ ഈസി ആയുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞ എക്സാമിന് വന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.